നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. വിയ്യൂരിൽ നിയന്ത്രണം വിട്ട ലോറി ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞു. ഡ്രൈവർക്ക് പരിക്കേറ്റു. വിയ്യൂർ പാലത്തിന് സമീപം തിങ്കളാഴ്ച പുലർച്ചെയായിരുന്നു അപകടം. തൃശൂർ ഭാഗത്ത് നിന്ന് ഷൊർണൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് നിയന്ത്രണം വിട്ട് ഡിവൈഡറിൽ ഇടിച്ച് മറിഞ്ഞത്. ബൈക്ക് യാത്രികനെ ഇടിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കവെയാണ് അപകടത്തിൽപ്പെട്ടത്. അതേസമയം എതിർദിശയിൽ തൃശൂർ ഭാഗത്തേക്ക് വരികയായിരുന്ന ഒരു കാറിന്റെ പിറകിലും ലോറി ഇടിച്ചു. അപകടത്തെ തുടർന്ന് പ്രദേശത്ത് ഗതാഗതക്കുരുക്കുണ്ടായി. സാധാരണക്കാർക്ക് വീണ്ടും ഇരുട്ടടിയായി രാജ്യത്ത് ഇന്ധനവില വർധന. പെട്രോളിന് തിങ്കളാഴ്ച 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും കൂടി. തിങ്കളാഴ്ചത്തെ വർധന കൂടി വന്നതോടെ തിരുവനന്തപുരത്ത് പെട്രോളിന് 115.32 രൂപയും ഡീസലിന് 104.41 രൂപയുമാണ് വില. രണ്ടാഴ്ചക്കിടെ 4 തവണയായി 8 രൂപയാണ് കൂട്ടിയത്. മെയ് 15-ന് പെട്രോളിനും ഡീസലിനും 3 രൂപ വീതം കൂട്ടി. മെയ് 19-ന് 90 പൈസ വീതം വർദ്ധിപ്പിച്ചു. മെയ് 23-ന് പെട്രോളിന് 87 പൈസയും ഡീസലിന് 91 പൈസയുമാണ് കൂട്ടിയത്. തിങ്കളാഴ്ച പെട്രോളിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയും വർദ്ധിപ്പിച്ചു. പെട്രോൾ ഡീസൽ വില വർധനവിനെതിരെ CPI അളഗപ്പ നഗർ ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും സംഘടിപ്പിച്ചു. CPI ജില്ലാ കമ്മിറ്റി അംഗം PK ശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ സെക്രട്ടറി VK അനീഷ് അധ്യക്ഷത വഹിച്ചു. മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി രാജി രാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം CK ബിന്ദു, AIYF മേഖലാ സെക്രട്ടറി PU ഹരികൃഷ്ണൻ, ലോക്കൽ അസിസ്റ്റന്റ് സെക്രട്ടറി VR രാജൻ എന്നിവർ പ്രസംഗിച്ചു. കരുവാപ്പടിയിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിന് TS സുധീഷ്, TB രാധാകൃഷ്ണൻ, KV സുരേഷ്, PK പീറ്റർ, KM അഭിജിത്ത്, KV വിനീഷ്, K രഞ്ജിത്ത്, രജനി കരുണാകരൻ, സാഹിത്യ ജിതേഷ് എന്നിവർ നേതൃത്വം നൽകി. ഈ കേന്ദ്ര ഗവൺമെന്റിന്റെ നിലപാടുകൾ മാറിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. 10 ദിവസത്തിനുള്ളിൽ 3 തവണ വില വർദ്ധിച്ചിരിക്കുന്നു. ഇന്നലെ പെട്രോളിന് 87 പൈസ വർദ്ധിച്ചു, ഡീസലിന് 91 പൈസ വർദ്ധിച്ചു. എന്നാൽ ഇവിടെ അനീഷ് സൂചിപ്പിച്ചതുപോലെ ആഗോള തലത്തിൽ വലിയ തോതിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില താഴുമ്പോഴും നമ്മുടെ ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ച് അതിന്റെ ആനുകൂല്യങ്ങളൊന്നും തന്നെ ലഭിക്കാൻ. കാലവർഷം നാളെ കേരള തീരം തൊട്ടേക്കും. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യതയുണ്ട്. പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചു. മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റിനും സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലും നദീതീരങ്ങളിലും വെള്ളക്കെട്ടിന് സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണം. ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും സാധ്യതയുള്ള സ്ഥലങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന് ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി സുരക്ഷിത മേഖലകളിൽ തുടരണം. കാലാവസ്ഥ. കൂടിയ താപനില 33 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 26 ഡിഗ്രി സെൽഷ്യസ്. കോടാലി അന്നാമ്പാടം വട്ടോലി അപ്പുകുട്ടൻ അന്തരിച്ചു. 80 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. കൈകേയിയാണ് ഭാര്യ. സുബ്രഹ്മണ്യൻ ഹരിദാസ്, രാജൻ, ഷാജി, ലത, സോമൻ എന്നിവർ മക്കളും സുധ, രാജി സരിത, ചന്ദ്രൻ, അനിൽ ഘോഷ് എന്നിവർ മരുമക്കളുമാണ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 14,610 രൂപയും പവന് 1,16,880 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.